ഡു യു നോ വാട്ട് ദ ടൈം ഈസ്? ഇനി ഇങ്ങനെ ലേറ്റ് ആയി വന്നാൽ വാതിൽ തുറക്കാൻ വേറെ ആളെ നോക്കണം. ഈ ഷർട്ടൊക്കെ വല്ലപ്പോഴും നലക്കിക്കൂടെ? വേർപ്പ് നിറയിട്ട് വൊമിറ്റ് ചെയ്യാൻ വരിക. I love this place. ശരിക്കും കംപ്ലീറ്റ് വേർപ്പിന്റെ വേണോ? 24 ഫ്ലാറ്റ് കയറി ഇറങ്ങിയത് ആണോ? പക്ഷേ എനിക്ക് വേർപ്പിന്റെ വേണം ഇഷ്ടമാണ്. എപ്പോഴും പറയണം. സാർ, ഇത് മാധവേട്ടനാണ് മാർവാടിയിൽ ഫ്ലാറ്റ് ഞാൻ പറഞ്ഞില്ലേ? ഒരു മലയാളി ഇങ്ങോട്ട് വന്നാൽ മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ആളായല്ലോ. പിന്നെ 80 lakhsന് ഇതൊരു ഗംഭീര ബയ്യാ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫർണിഷ് ചെയ്ത് മറിച്ച് വിറ്റാൽ പോലും യു വിൽ ഗെറ്റ് 1.5 crore. മുംബൈയിലാണെങ്കിലും മലയാളി തന്നെ മറിച്ച് വയ്ക്കില്ല എന്ന പരിപാടി. നോക്കാൻ പറ്റുമോ? ഒന്ന് മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ? ഞാനും ഇറക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. ഞാൻ ദേഷ്യം പിടിപ്പിക്കും. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. എടീ, ഒരു തവണ വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ നിന്റെ സ്വഭാവം മാറുമെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഇതിനകത്തിരിക്കാൻ തയ്യാറാണ്. നീ ചവിട്ടി പൊട്ടിക്ക് കാണണം. ഇനിയും വരാത്തതെന്തേ എൻ കുഞ്ഞേ നീ. അവസാനത്തെ പാട്ട്. ചുറ്റിലും നിൽക്കുന്നൊക്കെ മറാഠികളും പഞ്ചാബികളും ഒക്കെ ആവുന്നവരല്ലോ. ഈ വേഷം കണ്ട് അവർക്ക് മനസ്സിലാവും. കൊച്ചേ, കാര്യം പറഞ്ഞേക്കാം. കണ്ടോ? ഇതുപോലൊന്നും എന്റെ ഫ്ലാറ്റിലും ഉണ്ട്. എന്താ മോളെ? അതല്ല, ഒരാളകത്ത് തപസ് ചെയ്യാ. എടാ, ഇവൾ തപസ്സിളക്കാൻ വന്ന മേനകയോ. എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യാ. എനിക്കിന്നൊരു ചാനലിൽ ഇന്റർവ്യൂ ഉണ്ട്. അവർ 10 മണിക്ക് എത്തും. എനിക്ക് എടാ, വാശി കാണിക്കാനുള്ള സ്ഥലമായി ഈ ടോയ്ലറ്റിനെ മാറ്റരുത്. മോള് കയറിക്കോട്ടെ. മറ്റു വികാരങ്ങൾ പോലെ നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല ഈ വികാരം. മാധവേട്ട, അനാവശ്യമായിട്ട് എന്റെ ടോയ്ലറ്റ് കാര്യങ്ങളിൽ കയറിയേട്ടപ്പെടരുത്. ഇന്ന് നിഫ്റ്റി എങ്ങനെ? സ്റ്റഡിയാണോ നിഫ്റ്റി? ആ ചൗധരിയെ ഇന്നലെ പിടികിട്ടി. അതുകൊണ്ടെന്തുവാ TCRന്റെ ഷെയർ ഒക്കെ കേറിക്കൊണ്ടിരിക്കുക. ആകെ ഒന്നിറങ്ങി കൊടുക്കണം. ഇവള് മുംബൈ പോലീസിന്റെ വളരെ അടുത്ത ആളല്ലേ? അവരെ വിളിക്കട്ടെ. വേണ്ട, ഞാൻ കെയർ ടേക്കറെ വിളിക്കാൻ പോവാ. അസോസിയേഷൻ സെക്രട്ടറിയെ വിളിക്കും. അറിയാലോ, ഞാൻ വിളിക്കൂന്ന് പറഞ്ഞാ വിളിക്കും. ഒച്ച കുറയ്ക്ക്. ഇത് ഭയങ്കര നിക്കുമോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. ഇപ്പൊ ഒരു ബാത്റൂമിന്റെ പ്രശ്നമല്ലേ ഉള്ളു മോളെ. മോൾ എന്റെ കൂടെ വാ. അവിടെ ഉണ്ടല്ലോ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ. അല്ലെങ്കിൽ മൊത്തം നാറുവേ. ഇതെല്ലാം കൂടെ കുഴക്കാനാണോ പ്ലാന്? കുഴച്ചേ പറ്റൂ. രാജാവ് ഇറങ്ങി. നീ കാണിച്ചത് വലിയ ചതിയായി പോയി. എനിക്കൊരു കാര്യം അറിയണം. നിങ്ങൾ എന്റെ സെറ്റാ അവളുടെ സെറ്റാ? ഇത് സെറ്റിന്റെ കാര്യം തോന്നുന്നു. പിന്നെന്തുവാ? ഇരുന്നിരുന്ന് ബാത്റൂമിൽ പോകാറുള്ളപ്പോ അവള് പൊതുവെ ഇത്തരം സൗണ്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ചുമ്മാ ഓറഞ്ച് വേണം. അപ്പൊ വിഷമല്ലേ? ലൈറ്റ് ആയിട്ട് നടക്കട്ടെ. എടാ, നീ ഇതിനപ്പുറം ചെയ്യും. എനിക്കറിയാം.